സിദ്ധാർത്ഥ് പഠനത്തിൽ മിടുമിടുക്കൻ. ഒരുപക്ഷെ നാളെ കേരളത്തിൽ വെറ്റിനറി മേഖലയിൽ എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു കൊച്ചുമിടുക്കൻ. ഈ 20കാരന്റെ മരണം കൊലപാതകമോ അതോ ആത്മഹത്യയോ? വെറ്റിനറി ഡോക്ടർ ആവുക എന്നത് സിദ്ധാർത്ഥിന്റെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു. വെറും ഡോക്ടറായി തുടരുക എന്നതിനേക്കാൾ ഉപരി ഗവേഷണങ്ങളിൽ ഭാഗമാവുക എന്നതും മൃഗങ്ങൾക്ക് പ്രയോജനകരമാകുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുക എന്നതുമൊക്കെയായിരുന്നു സിദ്ധാർത്ഥിന്റെ ആഗ്രഹം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വളരെ കമ്പം. തവളകളെ നിരീക്ഷിക്കുക, തവളകളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നതൊക്കെ ആസ്വദിച്ചു ചെയ്യുന്ന ഒരു കൊച്ചുമിടുക്കൻ. മെറിറ്റ് ലിസ്റ്റിലാണ് സിദ്ധാർത്ഥ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ നേടിയത്. 1ാം വർഷത്തിൽ തന്നെ സിദ്ധാർത്ഥ് പെരുമാറ്റവും ബുദ്ധിയും കൊണ്ട് കോളേജിൽ കൂട്ടുകാർക്കിടയിൽ കണ്ണിലുണ്ണിയായി മാറി. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള താരമായി. അമ്മയോട് സിദ്ധാർത്ഥിന് വളരെ പ്രിയമായിരുന്നു. കലാലയ വിശേഷങ്ങളെല്ലാം കിലോമീറ്ററുകൾക്കപ്പുറമിരുന്ന് ഓടിച്ചാടി നടന്ന് അവൻ അമ്മയോടും പങ്കുവച്ചു. ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചിട്ട് അമ്മ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വൈകിട്ടോ എപ്പോഴെങ്കിലും വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ എല്ലാം അവിടുത്തെ മൊത്തവും ഡീറ്റെയിൽ പറയും. അവിടുത്തെ ഫാമിലെ കാര്യം, ഫാമിലെ കാര്യം, ക്ലിനിക്കിലെ കാര്യം. ഞങ്ങൾക്ക് അവിടുത്തെ അനിമൽസിനെയൊക്കെ മൊത്തം അറിയാം. നമുക്ക് അവിടുത്തെ ടീച്ചേഴ്സിനെ, സീനിയേഴ്സിനെ, അവരുടെ കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് ഞാൻ 18-ാം തീയതി ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ചോദിക്കുന്നത് എന്ത് മൂഡ് ഓഫ് ആകുന്നത്. ഇല്ല ഒന്നുമില്ല കിടക്കുന്നു, 1 മണിക്ക് പോവും കഴിക്കാൻ. അങ്ങനെ പറഞ്ഞ് 12:30 ആയില്ലേ, ഇനി എണീക്ക് കഴിക്കാൻ പോകുന്നു. അത്രയാ ഞാൻ ലാസ്റ്റ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. കലാലയ ജീവിതം ആസ്വാദനത്തിലെ നല്ല നിമിഷങ്ങൾ സിദ്ധാർത്ഥും ആസ്വദിച്ചു. കോളേജിൽ കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ച സിദ്ധാർത്ഥിനോട് തോളിൽ കൈയിട്ട് നടന്നവർക്ക് തന്നെ അസൂയയുണ്ടായി എന്നാണ് കുടുംബം പറയുന്നത്. പുഞ്ചിരിക്കുന്ന പൂവിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന. ഇത് സിദ്ധാർത്ഥിന്റെ മനസ്സ് ഓർത്തിരുന്നില്ല. 15-ന് തിരുവനന്തപുരത്തേക്ക് വരികയാണെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അമ്മയെ വിളിച്ചു. ജനശതാബ്ദി എക്സ്പ്രസിൽ കോഴിക്കോട്ട് നിന്ന് കയറാനിരുന്നതാണ്. എന്നാൽ സ്റ്റേഷനിലെത്തിയത് താമസിച്ചാണെന്നും വണ്ടി പോയെന്നും അമ്മയെ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ 6 മണിക്കുള്ള വണ്ടിക്കാണ് കയറിയത്. പുലർച്ചെ തിരുവനന്തപുരത്തെത്തുമല്ലോ എന്നോർത്ത് ഷീബ സിദ്ധാർത്ഥിന്റെ അമ്മ വിളിച്ചപ്പോൾ ഉറ്റ സുഹൃത്ത് കോളേജിൽ നിന്നും തിരിച്ചു വിളിച്ചുവെന്നും കോളേജിലേക്ക് അത്യാവശ്യമായി തിരികെ പോകണമെന്നും അവൻ അറിയിക്കുകയായിരുന്നു. എറണാകുളത്തെത്തിയ ശേഷം സിദ്ധാർത്ഥ് വണ്ടി കയറി. അത് മരണത്തിലേക്കുള്ള പോക്കായിരുന്നുവെന്ന് ഷീബയും സിദ്ധാർത്ഥും മനസ്സിലാക്കിയിരുന്നില്ല. കൂട്ടുകാരൻ വിളിച്ചതുകൊണ്ടാണ് പോകുന്നതെന്നാണ് അമ്മയോട് സിദ്ധാർത്ഥ് പറഞ്ഞത്. അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ കൊടുക്കാനാണ് പോകുന്നതെന്നായിരുന്നു അവന്റെ മറുപടി. 16-ന് കോളേജിലെത്തിയോ എന്നറിയാൻ പലതവണ അമ്മ അവനെ വിളിച്ചു. എന്നാൽ ഫോൺ എടുത്തില്ല. അമ്മ ഷീബയ്ക്ക് പേടിയായി. കളിച്ചു ചിരിച്ച് പാറിപ്പറന്ന് നടന്ന സിദ്ധാർത്ഥ് അമ്മയോടുള്ള സംസാരം 2 വാക്കിൽ പിന്നെ ഒതുക്കി. കിടക്കുന്നു, വിളിക്കാം എന്ന് പറഞ്ഞു പോയ മകൻ പിന്നെ ഉണർന്നില്ല, വിളിച്ചില്ല, വന്നില്ല. ആ അമ്മ നിലവിൽ നിർവികാരയാണ്. ഫെബ്രുവരി 18-നാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ BVSC വിദ്യാർത്ഥി നെടുമങ്ങാട് സ്വദേശി JS സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിദ്ധാർത്ഥിനെ കൊന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും SFI പ്രവർത്തകരുമാണെന്ന് അച്ഛൻ ജയപ്രകാശ് ആരോപിക്കുന്നു. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ല. ഞാൻ 100% എനിക്ക് എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുക, ഒരിക്കലും ചെയ്യില്ല. അവിടെ ഒരു പ്രശ്നം, കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. അവനുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ ഈ 2-3 ദിവസം കൊണ്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതെനിക്കറിയില്ല. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളവർ, എൻ്റെ അളിയനറിയാതെ അതിനെക്കുറിച്ച് അവർ പോയിട്ടുള്ളവർക്കറിയാം. ഈ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല. ഇത്രയും 130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് അവനെ പരസ്യ വിചാരണ ചെയ്യുകയും വിവസ്ത്രനാക്കി ആദ്യം പരസ്യ വിചാരണ ചെയ്യുകയും പിന്നെ വിവസ്ത്രനാക്കി അടിക്കുകയും ബെൽറ്റ് കൊണ്ട് 2 ബെൽറ്റ് മുറിയണ സമയത്തോളം അടിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവനെ പാറപ്പുറത്ത്, അവിടെ ഒരു പാറപ്പുറം ഉണ്ടെന്ന് പറയുന്നു, അവിടെ കൊണ്ടുപോയി മർദ്ദിച്ചു. അതോടൊപ്പം വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അത്തരത്തിൽ ഭയങ്കരമായ മർദ്ദനം അവന് ഏൽക്കേണ്ടി വന്നുവെന്ന് ഈ ആളുകൾ അന്ന് നമ്മളെ ധരിപ്പിച്ചിരുന്നു. സിദ്ധാർത്ഥിന്റെ സംസ്കാരത്തിനായി വീട്ടിലെത്തിയ സുഹൃത്തുക്കളൊക്കെ നാടകീയമായി പിതാവിനോട് ഇക്കാര്യം അറിയിച്ചു. പിന്നീട് പല കോണിൽ നിന്നും വീട്ടുകാർക്ക് ഇതൊരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണ് എന്ന വിളികളായിരുന്നു.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതാണ് സൂചിപ്പിക്കുന്നത്. പോലീസും സർവകലാശാലയും പ്രതികളെ രക്ഷപ്പെടുത്താൻ കൂട്ടുനിൽക്കുകയാണെന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ നെടുമങ്ങാട് വിനോദ് നഗർ കുന്നുംപുറത്ത് ജയപ്രകാശ് ആരോപിക്കുന്നത്. സംഭവത്തിൽ 6 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സുഹൃത്തുക്കളടക്കം സംശയത്തിന്റെ നിഴലിലാണ്. റാഗിംഗ് നിരോധിച്ചിട്ടും വിവസ്ത്രനായി ഹോസ്റ്റലിന് മുന്നിൽ മകനെ നിർത്തി, മർദ്ദിച്ചു, അപമാനിച്ചു, വിചാരണ ചെയ്തു. നീറി മകൻ മരിച്ചു. ഇനി ഒരു കുട്ടിക്കും ഈ ഗതി വരരുത്, പോരാടും അവസാനം വരെ എന്നാണ് പിതാവ് പറയുന്നത്. എന്തായാലും നീതി ലഭിക്കട്ടെ.